എല്ലാ ദിവ്യസ്വരൂപികൾക്കും വിനീതമായ നമസ്കാരം. ഈ ലോകത്തിൽ കർമ്മം ചെയ്യാതെ ഒരാൾക്കും നിലനിൽക്കാൻ സാധിക്കുകയില്ല. ശരീരം തന്നെ കർമ്മമയമാണ്. ശരീരത്തോടൊട്ടി നിൽക്കുന്ന മനോബുദ്ധ്യാദികളും ചലനാത്മകമാണ്. അതിനാൽ കർമ്മത്തെ ചെയ്യാതിരിക്കുകയല്ല വേണ്ടത്, പൂജാമനോഭാവത്തോടുകൂടി യജ്ഞമായിട്ട് ഓരോ കർമ്മത്തെയും ചെയ്താൽ കർമ്മം നമ്മെ ബന്ധിക്കുകയില്ല. ആ കർമ്മം നമ്മെ മോചനത്തിനും ചിത്തശുദ്ധിക്കും കാരണമായിത്തീരുന്നു. അതുകൊണ്ട് കർമ്മമാണ് ഈ ദേഹത്തെ നിലനിർത്തുന്നത്. കർമ്മമില്ലെങ്കിൽ ദേഹം തന്നെ നശിച്ചു പോകും. അതുകൊണ്ട് കർമ്മം പൂജാമനോഭാവത്തോടുകൂടി വേണം ചെയ്യാൻ എന്ന് ഒരു കവി പറയുന്നത് കേൾക്കൂ. കർമ്മങ്ങൾ പൂജയായി കണ്ടാൽ ഫലം പൂജാപ്രസാദമായി മാറും. ജീവിതം യജ്ഞമായി മാറ്റും വിവേകികൾ നേടും പുരുഷാർത്ഥമെല്ലാം. നമ്മുടെ ജീവിതം തന്നെ ഒരു യജ്ഞമാക്കി മാറ്റണം. അവിടെ അഗ്നികുണ്ഡം ഉണ്ടാക്കി അതിൽ കുറേ ഹവിസർപ്പിച്ച് കുറച്ച് ദിവസങ്ങളോളം ചെയ്ത് പിന്നെ അത് സമാപിക്കുന്നു. എന്നാൽ അങ്ങനെയല്ല, നമ്മുടെ ജീവിതം തന്നെ ഒരു യജ്ഞമാക്കി മാറ്റണം. ആയുഷ്കാലം മുഴുവൻ യജ്ഞമയമായി മാറ്റേണ്ടതാണ് നമ്മുടെ ജീവിതത്തെ. കർമ്മങ്ങൾ പൂജയായി കണ്ടാൽ ഓരോ കർമ്മവും നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നോ, നടക്കുന്നതും ഇരിക്കുന്നതും, അതുപോലെ നാം അടുക്കളപ്പണി ചെയ്യുന്നതും, അലക്കുന്നതും, കഷണം നുറുക്കുന്നതും, കുഞ്ഞിനെ കുളിപ്പിക്കുന്നതും, കടയിൽ പോകുന്നതും എന്ന് വേണ്ട, നാം എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്യുന്നുവോ അതെല്ലാം തന്നെ പൂജയായി കാണണം, യജ്ഞമായി കാണണം. കർമ്മങ്ങൾ പൂജയായി കണ്ടാൽ ഫലം പൂജാപ്രസാദമായി മാറും. ആ കർമ്മത്തിൽ നിന്ന് കിട്ടുന്ന ഫലം ആ പൂജയുടെ പ്രസാദമായിട്ട് നമുക്ക് ഇപ്പോൾ ചോറും കറിയും വെച്ചാൽ ആ കർമ്മം നമ്മൾ യജ്ഞമായി മാറുകയാണെങ്കിൽ, അതൊരു പൂജയാക്കി മാറ്റുകയാണെങ്കിൽ അതിൻ്റെ ഫലം ആ പൂജയ്ക്കുള്ള പ്രസാദമാണ്. ആ നാം കഴിക്കുന്ന ഭക്ഷണം ഭഗവാന്റെ ഉച്ഛിഷ്ടം, അതാണല്ലോ പ്രസാദം എന്ന് പറയുന്നത്. അത് പ്രസാദമായി മാറുന്നതാണ്. ഭഗവാനുമായി ഐക്യം പ്രാപിക്കുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന പ്രസന്നതയ്ക്കാണ് പ്രസാദം എന്ന് പറയുന്നത്. ആ പ്രസാദമായി നമ്മുടെ ജീവിതം മുഴുവൻ മാറ്റണം. നമ്മുടെ ജീവിതത്തെയാണ് ഭഗവാനെ സമർപ്പിക്കേണ്ടത്. എന്നാൽ അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇവ 4 ലഭിക്കുന്നതാണ് എന്നാണ്. കർമ്മങ്ങൾ പൂജയായി കണ്ടാൽ ഫലം പൂജാപ്രസാദമായി മാറും. ജീവിതം യജ്ഞമായി മാറ്റും വിവേകികൾ. വിവേകിയായ ഒരാളെ നമ്മുടെ ജീവിതത്തെ മുഴുവനും ഒരു യജ്ഞമാക്കി മാറ്റും. എന്താണ് യജ്ഞം? യാതൊന്നു ചെയ്താൽ അറിവുണ്ടാകുമോ, അല്ലെങ്കിൽ യാതൊന്നുകൊണ്ട് ഈശ്വരപ്രീതി നേടാൻ സാധിക്കുന്നുവോ, അതിനെയാണ് യജ്ഞം എന്ന് പറയുന്നത്. ഈ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവെനിക്ക് തരുന്നത് സർവേശ്വരനാണ്. ഈ കൈകളിൽ കൂടി ഈ മുറ്റം അടിച്ചു വാരുന്നത് ഭഗവാന്റെ ശക്തി കൊണ്ടാണ്. ഈ മുറ്റം എൻ്റെ അല്ല, ഇത് ഭഗവാന്റെ മുറ്റമാണ് അടിക്കുന്നത്. ഒരു ക്ഷേത്രത്തിൻ്റെ മുറ്റം അടിച്ചു വാരുമ്പോൾ ഒരു നിർവൃതി ഉണ്ടാകുന്നത് പോലെ, ഒരാശ്രമത്തിൽ പോയി നമ്മളൊരു സേവനം ചെയ്യുമ്പോൾ നമുക്ക് ആ നിർവൃതി ഉണ്ടാകുന്നത് പോലെ, നമ്മുടെ വീട്ടിലും എന്ത് കർമ്മം ചെയ്യുന്നുവോ അതെല്ലാം ഈ ഭഗവത് ചിന്തയോടുകൂടിയാണ് ചെയ്യുന്നതെങ്കിൽ ആ പ്രവർത്തികളെല്ലാം യജ്ഞമായി മാറും. അതാണ് ഇവിടെ പറയുന്നത്. ജീവിതം യജ്ഞമായി മാറ്റും വിവേകികൾ. വിവേകമുള്ള ഒരാൾ നമ്മുടെ ജീവിതത്തെ മുഴുവനും ഒരു യജ്ഞമാക്കി മാറ്റും. അതിനാൽ അപ്പോൾ നേടും പുരുഷാർത്ഥമെല്ലാം. അതോടുകൂടി ധർമാർത്ഥ കാമമോക്ഷങ്ങൾ, ഒരു ജീവൻ, അവിടെ പുരുഷൻ എന്നാൽ ജീവൻ എന്നാണ് അർത്ഥം. ഏതൊരു ജീവനും ശരീരത്തിലിരിക്കുന്ന ദേഹി, ആ ദേഹി എന്ന പദത്തിൻ്റെ പൊരുളാണ് ഇവിടെ പുരുഷൻ, പുരുഷാർത്ഥം.
ഓരോ ജീവനും നേടേണ്ടത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇത് മൂന്നും നേടിയാൽ പിന്നീടുള്ള അവസ്ഥയാണ് ഈശ്വരത്വം. അപ്പം ആ ഈശ്വര പദത്തിലേക്ക് ഉയരണമെങ്കിൽ ഈ നാലും നാം നേടിയേ പറ്റൂ. ഈശ്വരനും താനും ഒന്നായിത്തീരുന്നതാണ് മോക്ഷം എന്നത്. ആ മോക്ഷത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ധർമ്മം വേണം, അർത്ഥം വേണം, കാമം വേണം. ധാർമ്മികമായി അർത്ഥം നമ്മൾ സമ്പാദിക്കണം, മോക്ഷത്തിനായി കാമിക്കുകയും വേണം. അതാണ് വേണ്ടത്. അതാണ് പുരുഷാർത്ഥങ്ങൾ. കർമ്മങ്ങൾ പൂജയായി കണ്ടാൽ ഫലം പൂജാ പ്രസാദമായി മാറും. ജീവിതം യജ്ഞമായി മാറ്റും വിവേകികൾ നേടും പുരുഷാർത്ഥമെല്ലാം.